ചോദിക്കട്ടെ, ഞാൻ അന്നും പറഞ്ഞു ശോഭ അവിടെ വന്നപ്പം ഇത് തന്നെയാണല്ലോ പാലക്കാട്ടും പറഞ്ഞത്, അടിച്ചു എന്റെ ശോഭ ഞാൻ കോടതി കേട്ടിട്ടില്ലെങ്കിൽ ഈ ആവശ്യമില്ലാത്ത കാര്യം ഒന്നും പറയണ്ട ശോഭ. ഓക്കെ, ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടതാണ്. ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിലുള്ള BJP പ്രവർത്തകയായിട്ടുള്ള ബിന്ദു എന്ന് പറഞ്ഞ സ്ത്രീയെ വിളിച്ചിട്ട് ഭീഷണിപ്പെടുത്തുന്നതായിട്ടുള്ള ഒരു വോയിസ് നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ടതാണ്. അപ്പോൾ ഇതിനൊക്കെ ശേഷം ഈ ബിന്ദു എന്ന് പറയുന്നിട്ടുള്ള ഇവർ പരാതിപ്പെട്ടു, BJPയിലേക്ക് പരാതിപ്പെട്ടു. ഈ ശോഭാ സുരേന്ദ്രനെതിരെ പരാതി കൊടുത്തപ്പോഴത്തേക്ക് ഇതാ കിടക്കുന്നു. ഈ പരാതി കൊടുത്ത വ്യക്തിയെ തന്നെ പാർട്ടി സസ്പെൻഡ് ചെയ്തേക്കുവാണ്, അച്ചടക്ക നടപടി സ്വീകരിച്ച് സസ്പെൻഡ് ചെയ്തേക്കുവാണ്. അപ്പം ശോഭ എന്തായാലും നിഴൽ ചേച്ചി അത്ഭുതകരമായിട്ട് എന്തായാലും ഇതിൽ നിന്ന് രക്ഷപ്പെട്ടെന്ന് വേണമെങ്കിൽ പറയാം. എന്നാലും നല്ല ബെസ്റ്റ് കോമഡി ആയിട്ടുണ്ട്. അപ്പം ഒരു ജനപ്രതിനിധി അല്ലെങ്കിൽ ഒരു MLA ആവാൻ വേണ്ടിയിട്ട് മത്സരിച്ച ഒരു സ്ഥാനാർത്ഥി നിയമസഭയിലേക്ക് പോകേണ്ട അല്ലെങ്കിൽ നിയമസഭയിലേക്ക് മത്സരിക്കാൻ പോകാനായിട്ട് തയ്യാറെടുത്തിരുന്ന ഒരു വ്യക്തിയുടെ വായിൽ നിന്ന് ഇങ്ങനെയൊക്കെയുള്ള ഓരോ സംഭാഷണങ്ങൾ കേൾക്കുമ്പോഴത്തേക്ക് BJP ഇതിലൂടെ എന്താണെന്ന് മനസ്സിലാക്കേണ്ടത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആർക്കാണ് ആർക്കെതിരെയാണ് അച്ചടക്ക നടപടി സ്വീകരിക്കേണ്ടത്? കുഴപ്പമില്ല, അവർക്കെതിരെയും സ്വീകരിച്ചു. പക്ഷേ സ്വീകരിക്കുമ്പോഴത്തേക്ക് രണ്ടുപേർക്കും തുല്യമായിട്ടുള്ളൊരു നീതി ആയിരിക്കണമല്ലോ ഇതിനകത്ത് കാണേണ്ടത്, അല്ലേ? അപ്പം ഈ ശോഭാ സുരേന്ദ്രൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സ്ഥാനാർത്ഥിയുടെ വായിൽ നിന്ന് വീണേക്കുന്നതെല്ലാം നമ്മൾ കണ്ടതാണ്, അല്ലേ? ഒരു പെരുമാറ്റത്തിൽ BJP ഈ ശോഭാ സുരേന്ദ്രൻ്റെ പെരുമാറ്റത്തിൽ BJP ഒരു തെറ്റും കണ്ടില്ലേ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇവർ ഭാഗത്ത് ഒരു തെറ്റും നിങ്ങൾ കണ്ടില്ലേ? ഈ ഒരു വോയിസ് കേട്ടിട്ട് ഒരു തെറ്റും ഒരു ജനപ്രതിനിധിയായിട്ട് നിന്നിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഒരു തെറ്റും നിങ്ങൾ കണ്ടിട്ടില്ല. BJP അടുത്ത് എനിക്ക് ചോദിക്കാനുള്ളത്, ബിന്ദു എന്ന സ്ത്രീയുടെ ഭാഗത്ത് മാത്രമേ നിങ്ങൾ തെറ്റ് കണ്ടിട്ടുള്ളൂ. എന്തായാലും ഭയങ്കര അത്ഭുതമായിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ, അവരെ സസ്പെൻഡ് ചെയ്തെന്ന് പറയുമ്പോഴത്തേക്ക്. അപ്പം അതുമാത്രമല്ല, അവരെ അടിച്ച് കരണം പൊളിക്കുമെന്നും അതുപോലെ ലൈംഗികമായി അവരെ ആക്രമിക്കുന്ന രീതിയിലൊക്കെ അവർ പോയിട്ടുണ്ട്. ഏതോ ഒരു സോമൻ്റെ കൂടെ നീ കടന്നവളല്ലേ എന്നൊക്കെ ചോദിക്കുന്ന നമ്മൾ കണ്ടതാണ്. അതൊക്കെ ഒരു ലൈംഗികമായിട്ടുള്ളൊരു അധിക്ഷേപം തന്നെയാണ്, അല്ലേ? അപ്പം എന്തായാലും കൊള്ളാം, BJPയുടെ കാഴ്ചപ്പാട് കൊള്ളാം. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തായാലും ബിന്ദു രംഗത്ത് വന്നിട്ടുണ്ട്. അപ്പം ബിന്ദു ശോഭാ സുരേന്ദ്രനെതിരെ കുറേ ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് എന്താണെന്ന് നോക്കാം. അപ്പം അതിനു മുമ്പ് ബിന്ദുവിനെ സസ്പെൻഡ് ചെയ്തേക്കുന്ന ഒരു വാർത്ത ഒന്ന് കണ്ടുനോക്കാം. പാലക്കാട് NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രനെതിരെ പരാതി നൽകിയ ബിന്ദു വിനയകുമാറിനെ BJP സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. റിനു ശ്രീധർ ചേരുന്നുണ്ട്. റിനു, നേരത്തെ തന്നെ ഈ വോട്ടിന് പണം നൽകിയെന്ന ആരോപണത്തിൽ പെട്ടു നിൽക്കുകയായിരുന്നു ശോഭാ സുരേന്ദ്രനും പാലക്കാട്ടെ BJPയും. കാര്യമായി BJP ശോഭയെ പ്രതിരോധിക്കാൻ രംഗത്തേക്ക് വന്നുമില്ല സംസ്ഥാന നേതൃത്വം. പക്ഷേ ഇപ്പോൾ ശോഭയെ കൂടുതൽ കുരുക്കിലാക്കുന്ന ഒരു ഓഡിയോ സന്ദേശവും വെളിപ്പെടുത്തലുമൊക്കെ ഇന്ന് വന്നു. പരാതിയിലേക്ക് പോയി ബിന്ദുവിനെതിരെ നടപടി പോകും. ഗോകുൽ, അല്പസമയം മുമ്പാണ് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ തീരുമാനപ്രകാരം ബിന്ദു വിനയകുമാറിനെ തുടർച്ചയായിട്ടുള്ള അച്ചടക്ക ലംഘനം ചൂണ്ടിക്കാട്ടി സസ്പെൻഡ് ചെയ്തതായി ജനറൽ സെക്രട്ടറി സുരേഷ് വാർത്താക്കുറിപ്പ് ഇറക്കിയത്. ആ തീരുമാനം BJP കൈക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, ശോഭാ സുരേന്ദ്രൻ ഫോണിലൂടെ ബിന്ദു വിനയകുമാറിനെ വിളിച്ച് അസഭ്യം പറയുന്നത് അടക്കമുള്ള ഓഡിയോ സംഭാഷണം അടക്കമാണ് ആ വാർത്ത പുറത്ത് വന്നത്. അടിച്ച് പണിക്കുറ്റം തീർക്കും എന്നാണ് ഭീഷണിപ്പെടുത്തിയത്. ആ പരാതിയുടെ അല്ലെങ്കിൽ ആ ഫോൺ സംഭാഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ബിന്ദു വിനയകുമാർ പോലീസിന് പരാതി നൽകുകയും ചെയ്തത്. പാലക്കാട്ട് പണം നൽകിയത് വിവാദത്തിന് പിന്നിൽ ബിന്ദു വിനയകുമാർ എന്ന് ആരോപിച്ചുകൊണ്ടാണ് ശോഭാ സുരേന്ദ്രൻ ഇവരെ വിളിക്കുന്നതും ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നത്. എന്തായാലും നിലവിൽ പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത് ഇതെല്ലാം തന്നെ BJPയുടെ അച്ചടക്ക നടപടിക്ക് എതിരാണ് എന്നുള്ളതാണ്, അല്ലെങ്കിൽ ചട്ടലംഘനങ്ങൾ ആണ് എന്നുള്ള ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ നടപടി എടുത്തിരിക്കുന്നത്. എന്തായാലും വലിയ വിവാദമായ പാലക്കാട് പണം നൽകിയ ഒരു സാഹചര്യം, അതിന് അപ്പുറമാണ് ബിന്ദു വിനയകുമാറിനെ ശോഭാ സുരേന്ദ്രൻ വിളിച്ച് ഫോണിൽ കൂടെ പോലും ഭീഷണിപ്പെടുത്തുന്ന സാഹചര്യം. ഇപ്പോൾ ഇതാ ബിന്ദു വിനയകുമാറിനെ BJPയിൽ നിന്ന് പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് തന്നെ പുറത്താക്കിക്കൊണ്ടൊരു ഉത്തരവ് കൂടി BJP സംസ്ഥാന കമ്മിറ്റി കൈക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആലപ്പുഴയിലടക്കം ശോഭാ സുരേന്ദ്രൻ പണപ്പിരിവ് നടത്തിയെന്നതായിരുന്നു ബിന്ദു വിനയകുമാർ, ആലപ്പുഴയിലെ BJPയുടെ ജില്ലാ കമ്മിറ്റി അംഗമായ ബിന്ദു വിനയകുമാറിന്റെ ആരോപണം. ഒപ്പം ഇതിലൂടെ ഒരു കാര്യം മനസ്സിലാക്കാം, ബിന്ദുവിനെ BJP സസ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അച്ചടക്ക ലംഘനത്തിന് നടപടി സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ഇതിലൂടെ ഒരു കാര്യം മനസ്സിലാക്കാം, ശോഭാ സുരേന്ദ്രൻ പാലക്കാട്ട് പണം കൊടുത്തു എന്ന് ഇതിലൂടെ തന്നെ മനസ്സിലാക്കാം. അല്ലെങ്കിൽ ബിന്ദുവിനെതിരെ ഒരു നടപടി ഇങ്ങനെ പോകത്തില്ലല്ലോ.
ഇപ്പോൾ ശോഭാ സുരേന്ദ്രന് എതിരെ ബിന്ദു ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിച്ചു, അല്ലെങ്കിൽ ശോഭ പറയുന്നുണ്ടല്ലോ ബിന്ദു ആണ് പാലക്കാട് ശോഭാ സുരേന്ദ്രൻ പണം കൊടുത്തു വന്ന് ബിന്ദു ആണ് ഇങ്ങനെയൊക്കെ വരുത്തി തീർത്തത്, ബിന്ദു ആളെ ഇറക്കിയിട്ട് ശോഭയ്ക്കെതിരെ കളിച്ചെന്നൊക്കെ ഉള്ളതൊക്കെയാണ് ഇവിടെ ഈ ശോഭാ സുരേന്ദ്രൻ ബിന്ദുവിനെ വിളിച്ച് ചീത്ത വിളിക്കാനൊക്കെ ഉള്ളൊരു സംസാരം അവിടെ കാണുന്നത്. പക്ഷേ ഇത് വഴിതിരിച്ച് വിടാനുള്ള പരിപാടിയാണ് ഇവിടെ ശോഭാ സുരേന്ദ്രൻ നോക്കുന്നതെന്നാണ് എനിക്ക് തോന്നിയത് ഈ ഒരു വോയിസ് കേട്ടിട്ട്. പിന്നെ അപ്പോൾ BJP ഇതിനകത്ത് ബിന്ദുവിനെതിരെ നടപടി എടുത്തിട്ടുണ്ടെങ്കിൽ അതിലൂടെ മനസ്സിലാക്കാം അവിടെ ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ട്. ശോഭാ സുരേന്ദ്രൻ പൈസ കൊടുത്ത് വോട്ട് പിടിക്കാനുള്ള പരിപാടിയൊക്കെ നടത്തിയിട്ടുണ്ട്. എന്തായാലും ഒരു ജനപ്രതിനിധിക്ക് ചേർന്നൊരു പരിപാടിയല്ല അവർ കാണിച്ചു കൂട്ടിയത് അവിടെ. അത് ഒരു സംഭവം അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ കണ്ടതാണ് ആ തെളിവിനകത്ത്. പിന്നെ പറയുന്നത് അവരെ അമ്മൂമ്മയാണെന്ന് പറയുന്നുണ്ട്, പിന്നെ നിഴലാണെന്ന് പറയുന്നുണ്ട്. എന്തൊക്കെ കള്ളത്തരങ്ങളാണ് പിന്നെ ശോഭ ചേച്ചി അതിനകത്ത് കിടന്ന് ഉരുണ്ട് കളിച്ചത് ഇല്ലേ. അപ്പം ഇതിനൊക്കെ ശേഷം നമ്മളെ ബിന്ദു ചേച്ചി രംഗത്ത് വന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ശോഭാ സുരേന്ദ്രന് ഈ പറഞ്ഞതുപോലെ മറ്റേ തീവ്രവാദമായിട്ടൊക്കെ ബന്ധമുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ആ ഒരു വാർത്തയും കൂടെ ഞാനിവിടെ വയ്ക്കാം, അതും കൂടെ നിങ്ങളൊന്ന് കണ്ടു നോക്കേ. ബിന്ദു വിനയകുമാർ, ശോഭാ സുരേന്ദ്രന് തീവ്രവാദ ബന്ധമുണ്ട്. ശോഭയ്ക്കൊപ്പം നടന്ന ഫോട്ടോഗ്രാഫർ ജസ്റ്റിന് എന്ത് സംഭവിച്ചുവെന്ന് അന്വേഷിക്കണം. ആലപ്പുഴയിലെ കൊല്ലപ്പെട്ട BJP പ്രവർത്തകൻ രഞ്ജിത്ത് ശ്രീനിവാസന്റെ മരണത്തിന്റെ കാരണത്തെപ്പറ്റിയും അന്വേഷിക്കണം. രഞ്ജിത്ത് ശ്രീനിവാസൻ കൊല്ലപ്പെടുന്ന ദിവസം എല്ലാവരും ഒളിവിൽ പോയിട്ടും അദ്ദേഹത്തെ മാത്രം എന്തുകൊണ്ട് മാറ്റിയില്ലെന്നും ബിന്ദു വിനയകുമാർ ആരോപിച്ചു. ശോഭാ സുരേന്ദ്രൻ ജില്ലാ വൈസ് പ്രസിഡന്റ് ആയിരുന്ന, സംസ്ഥാന സമിതി അംഗമായിരുന്ന, ഇപ്പോഴത്തെ ജില്ലാ കമ്മിറ്റി അംഗമായ എന്നെ ഫോണിൽ വിളിച്ച് ഇത്രയധികം ഭീഷണി പറയുമ്പോൾ ഇവരെ സംരക്ഷിക്കേണ്ട കാര്യം എന്താണ് നിങ്ങൾക്ക് അവരെ ഭയമാണോ എന്നാണ് എനിക്ക് ചോദിക്കാനായിട്ട് എനിക്ക് തോന്നുന്നത്. ഞാൻ ഈ പാർട്ടിയിൽ നിന്ന് മാറിപ്പോയി വേറെ പ്രസ്ഥാനത്തിൽ ചേർന്ന് ഞാൻ അങ്ങനെ അങ്ങ് ആയിക്കോളുമെന്നൊന്നും നിങ്ങൾ ധരിക്കേണ്ട. ഇതിൽ നിന്ന് തന്നെ പ്രവർത്തിക്കാൻ എനിക്കറിയാം. ശോഭയുടെ തീവ്രവാദ ബന്ധങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാവുന്നതാണ്. രഞ്ജിത്ത് ശ്രീനിവാസന് ഈ ആലപ്പുഴ ജില്ലയിൽ നേരിട്ട പ്രശ്നങ്ങളെക്കുറിച്ച് നിങ്ങൾക്കെല്ലാം അറിയാവുന്നതാണ്. അദ്ദേഹത്തെ എനിക്കുണ്ടായ അതേ സമാനമായ അനുഭവത്തിൽ അദ്ദേഹത്തെ ഈ പാർട്ടിയിൽ നിന്ന് ഒതുക്കി നിർത്തിയ സമയത്താണ് അദ്ദേഹം സംസ്ഥാനത്ത് പോയി ഒരു മോർച്ചയുടെ സെക്രട്ടറി ആയിട്ട് ഇവിടെ വരുന്നത്. ഇങ്ങനെ ഒരു സംഭവം നടക്കുന്ന തലേ ദിവസം എല്ലാ നേതാക്കന്മാരും ഒളിവിൽ പോയിട്ടും എൻ്റെ ചേട്ടനെ മാത്രം എന്തുകൊണ്ട് വിളിച്ചില്ല എന്നൊരു ചോദ്യം അദ്ദേഹത്തിൻ്റെ ഭാര്യയിൽ നിന്നുണ്ടായിട്ടുണ്ട്. ഫൈസൽ അസീസ് വിവരണം നൽകും. ഫൈസൽ, എന്താണ് ഇവർ പറയുന്നത്? ഈ ഫേസ്ബുക്ക് പോസ്റ്റിന് പിന്നാലെ അല്ലെങ്കിൽ ശോഭയെ അധിക്ഷേപിച്ചതിന് ശോഭ സുരേന്ദ്രൻ ഭീഷണിപ്പെടുത്തുകയും തുടർന്ന് അതിന് മറുപടി നൽകുകയും അത് സമൂഹ മാധ്യമങ്ങളിലൂടെ വെളിപ്പെടുത്തുകയും ചെയ്ത ഒരു സംഭവത്തിൽ ഇവർ ഇന്നലെ BJPയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു. ബിന്ദു വിനയകുമാറിനെ ഇന്നലെ BJPയിൽ നിന്ന് പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് ഉൾപ്പെടെ സസ്പെൻഡ് ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ കൂടുതൽ വെളിപ്പെടുത്തലുമായി ഈ ബിന്ദു രംഗത്ത് വന്നിരിക്കുന്നത്. ബിന്ദു പറയുന്നത് പ്രധാനമായും ശോഭയ്ക്ക് തീവ്രവാദ ബന്ധമുണ്ട് എന്നുള്ള കാര്യമാണ് അദ്ദേഹം ആരോപിക്കുന്നത്. അതായത് ഈ വിഷുവിന്റെ സമയത്ത് കഴിഞ്ഞ ഓണത്തിന്റെ സമയത്ത് ഇവർ ഒരു പത്രത്തിന്, ഒരു മാധ്യമത്തിന് ഒരു പരസ്യം നൽകിയിരുന്നു. അതിന് ഫണ്ട് എവിടെ നിന്നാണ് ലഭിച്ചത് എന്ന് അന്വേഷിക്കണം. മാത്രമല്ല അദ്ദേഹത്തിന്റെ ഫോട്ടോഗ്രാഫർ, അതായത് ഈ ശോഭാ സുരേന്ദ്രൻ തിരുവനന്തപുരത്ത് ഈ നിരാഹാരം കടന്ന സമയത്ത് അവർ ഒക്കെ ഉണ്ടായിരുന്ന ഫോട്ടോഗ്രാഫറിന് അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യം, അദ്ദേഹത്തിന്റെ ദുരൂഹ മരണം ഉൾപ്പെടെ അന്വേഷിക്കണം എന്നുള്ള കാര്യം പറയുന്നു. മാത്രമല്ല ഈ രഞ്ജിത്ത് ശ്രീനിവാസൻ നമുക്കറിയാം ആലപ്പുഴയിലെ ഒരു BJP പ്രവർത്തകനാണ് അദ്ദേഹത്തെ SDPI പ്രവർത്തകരാണ് കൊലപ്പെടുത്തിയത്. ആ സംഭവത്തിൽ അത് അന്വേഷിക്കണമെന്നും ആ സംഭവത്തിന്റെ കാരണം അന്വേഷിക്കണമെന്നും അദ്ദേഹം ഈ ബിന്ദു വിനയകുമാർ ഇപ്പോൾ വെളിപ്പെടുത്തുന്നുണ്ട്. അതായത് ആ സമയത്ത്, അതായത് ഈ ഷാൻ കൊലപാതകത്തിന് തൊട്ട് പിന്നാലെയാണ് ഈ രഞ്ജിത്ത് ശ്രീനിവാസനെയും കൊലപ്പെടുത്തുന്നത്. അപ്പോൾ അതിനുശേഷം പ്രധാനപ്പെട്ട BJP നേതാക്കളൊക്കെ ഒളിവിൽ പോയപ്പോൾ എന്തുകൊണ്ട് രഞ്ജിത്ത്. എന്നാലും ബിന്ദു ചേച്ചി കുറച്ച് ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളൊക്കെയാണ് ശോഭാ സുരേന്ദ്രനെതിരെ ഉന്നയിക്കുന്നത്. തീവ്രവാദമായിട്ട് ബന്ധമുണ്ടൊക്കെയാണെന്ന് പറയുന്നത്. ഇതിപ്പം ഞാൻ നോക്കിയിട്ട് ഇതിലൂടെയൊക്കെ എനിക്കൊരു കാര്യം മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ ശോഭ ചേച്ചി നമ്പർ 1 ഫ്രോഡ് ഗണത്തിൽ വിടുന്ന ഒരാളായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ പുള്ളി നല്ലൊരു ഉടായിപ്പാരിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാര്യം കാണാൻ വേണ്ടിയിട്ട് എന്ത് കാര്യവും എവിടം വരെയും ഏതറ്റം വരെയും പോകുന്നൊരു ടൈപ്പായിട്ടാണ് എനിക്കിതിലൂടെയൊക്കെ മനസ്സിലായത്. കാരണം ഈ പാലക്കാട് പണം കൊടുത്തതുമായിട്ട് ബന്ധപ്പെട്ട് അതിന് ശേഷം നമ്മൾ മീഡിയയിൽ വന്നിരുന്നിട്ട് ഉരുണ്ട് കളിച്ച് മെഴുകി സംസാരിച്ച ശോഭ ചേച്ചി നമ്മൾ കണ്ടതാണ് അല്ലേ. എന്തൊരു മെഴുകലായിരുന്നു, ഇമ്മാരി മെഴുകലോ. വീഡിയോ എടുത്ത് വെച്ച് കാണിച്ചിട്ട് പോലും അത് നിഴലാണ്, അങ്ങനെയൊന്നും സംസാരിച്ചിട്ടില്ല. നിങ്ങൾ കണ്ടോ, നിങ്ങൾ കാണിക്ക് തെളിവുണ്ടായിട്ട് പോലും കടന്ന് മെഴുകുന്നതാണ് നമ്മൾ കണ്ടത് അല്ലേ. പിന്നെ ഈ പറഞ്ഞതുപോലെ
ഇവർ ഇപ്പം ബിന്ദു പരാതി കൊടുത്തില്ലേ, അപ്പം അവരെ വരെ ഒതുക്കാൻ കളിച്ച ഈ ശോഭാ സുരേന്ദ്രനാണെന്നാണ് പറയുന്നത്. അവരെ ഇവരെ കൂടെ ഒരുപാട് സമരങ്ങളിലൊക്കെ പങ്കെടുക്കുകയും ഒരുപാട് വേദികളിലൊക്കെ പങ്കെടുക്കുകയൊക്കെ ചെയ്തിട്ടുള്ള വ്യക്തിയാണെന്നാണ് പറയുന്നത്. മറ്റുള്ള ആളുകൾക്ക് പ്രസംഗിക്കാനെ കൊണ്ട് അവസരങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളെ ഇതിലേക്ക് കയറ്റി കൊണ്ടുവരാനോ കൈപിടിച്ച് കൊണ്ടുവരാനോ ഒന്നും ശോഭ നിൽക്കാറില്ല. അവരെയൊക്കെ അടിച്ചെടുത്ത് വെളി കളയുന്ന ഒരു സ്വഭാവമാണെന്നാണ് ശോഭാ സുരേന്ദ്രൻ പറയുന്നത്. പക്ഷേ ഇപ്പോൾ ഈ ബന്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനൊരു കാര്യം ബിന്ദു പറയുമ്പോഴത്തേക്ക് എനിക്ക് ഓർമ്മ വന്ന സന്ദീപ് വാര്യർ ഒരു സംഭവം, സന്ദീപ് വാര്യർ പറഞ്ഞൊരു സംഭവമാണ്. ഇതിനു മുമ്പ് സന്ദീപ് വാര്യരും പറഞ്ഞിട്ടുണ്ട് ഇത് ശോഭാ സുരേന്ദ്രനുമായിട്ട് ബന്ധപ്പെട്ട്. എനിക്ക് തോന്നുന്നു പുള്ളിക്കാരൻ ഇതൊക്കെ കൊണ്ടായിരിക്കാം BJP നിന്ന് ചാടി ഇങ്ങോട്ട് വന്നത്, UDP-യിലോട്ട് വന്നതെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. പുള്ളിക്കാരൻ പേടിച്ചോടിയാൻ കണ്ട, രക്ഷപ്പെട്ട് ഓടിയാൻ കണ്ട എനിക്ക് തോന്നുന്നു. ഇതിനു മുമ്പ് സന്ദീപ് വാര്യരും ഇതിനെ പറ്റിയിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ട്. ഇനി ബാക്കിയും കൂടെ ഒന്ന് കേട്ടു നോക്കാം ബിന്ദു പറയുന്നത്. സ്ത്രീ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് സമത്തെക്കുറിച്ച് സ്ത്രീകളുടെ അമ്മയാണെന്നുമൊക്കെ പറഞ്ഞ് നടക്കുന്ന ഈ ശോഭാ സുരേന്ദ്രൻ ഈ ആലപ്പുഴ ജില്ലയിൽ ഒരു വനിതാ പ്രവർത്തക ആലപ്പുഴ ജില്ലാ പ്രസിഡന്റിനോട് തനിക്ക് ഈ ഓഫീസിനകത്ത് നിന്ന് നേരിട്ട പരാതിയെക്കുറിച്ച് പറഞ്ഞിട്ട് അത് കേൾക്കാതെ അവസാനം അവരുടെ നിർബന്ധം സഹിക്കവയ്യാതെ അന്വേഷിക്കാനായിട്ടിരുന്ന ഈ പൂന്തുറ ശ്രീകുമാർ എന്താണ് അവരോട് പറഞ്ഞ് അവരെ ഇവനെ പാർട്ടിയിൽ നിന്ന് വിട്ടാൽ നിന്നെയും പറഞ്ഞു വിടുമെന്നാണ് പറഞ്ഞത്. അവരെ ഇരുത്തി കരയിച്ച സംഭവം ഉണ്ടായിട്ടുണ്ട്. നിങ്ങളതേക്കുറിച്ച് അന്വേഷിക്കൂ, നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിക്കും. ഇതെല്ലാം ശോഭാ സുരേന്ദ്രൻ അറിയാവുന്നതാണ്. അതുപോലെ തന്നെ പാലക്കാട് പൈസ കൊടുത്തത് ഞാൻ പറഞ്ഞു വിട്ട ആളാണെന്നൊക്കെ ചുമ്മാതെ യാതൊരു അടിസ്ഥാനവുമില്ലാതെ ഇവർ പറഞ്ഞത് എന്താണ്, ഈ വെള്ള ചുരിദാറിട്ട സ്ത്രീയുടെ അമ്മൂമ്മയാണ് അവരെന്നും അവരുടെ കൊച്ചുമകളാണ് ഇവളെന്നും ആ കൊച്ചുമകൾ കാശ് കൊണ്ട് കൊടുത്തതാണെന്നും ആദ്യം കള്ളം പറഞ്ഞു. പിന്നെ ആ സെക്ഷലി ഹറാസ് ചെയ്യുന്ന 3 ഇത് ആംഗ്യങ്ങൾ കാണിച്ചു. ഈ കിളവിക്ക് നാണമില്ലേ എന്നാണ് എനിക്ക് ചോദിക്കാൻ. ആ 18 വയസ്സായ ചെറുക്കൻ നിങ്ങളുടെ നോക്കി എന്ത് സെക്ഷലി ഹറാസ് ചെയ്യുന്ന ആക്ഷനാണ്. നിങ്ങൾക്ക് ഈ ഉളുപ്പില്ലാത്ത ഒരു നാക്കുള്ളത് കൊണ്ട് എന്തും പറയാമെന്നും അതിന് കുറേ ആളുകൾ ഇത് പുറത്ത് ഇങ്ങനെ താങ്ങി നടന്നാൽ ഇതൊരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്, ഇതൊരു ദൈവികമായ പ്രസ്ഥാനം. ഇതിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച്, ഇതിൽ നിന്ന് ത്യാഗം സഹിച്ച് മാറി നിൽക്കുന്നവരെക്കുറിച്ച്, ഇന്ന് ഇതിലേക്ക് കടന്നു വരുന്ന യുവമോർച്ചയുടെ ആളുകളെക്കുറിച്ച്, അവർക്ക് ഏത് നേതാവിൻ്റെ കൂടെ നിന്നാണ് ഞങ്ങൾക്ക് കൂടുതൽ ഉയരത്തിലെത്താൻ കഴിയുന്നുള്ള ചിന്ത. അല്ലാതെ അവരുടെ മനസ്സിൽ അവർ കൊച്ചു പിള്ളേരാണ്, അവരെയൊക്കെ നേരായ വഴിയിലേക്ക് നടത്തിക്കൊണ്ടുപോകാനുള്ള നിർദ്ദേശങ്ങളൊന്നും. അതുപോലെ തന്നെ അന്തസ്സുള്ള സ്ത്രീകൾക്ക് ഇന്ന് ഈ പാർട്ടിയിൽ പ്രവർത്തിക്കാൻ പറ്റാത്ത സാഹചര്യം എന്തുകൊണ്ടുണ്ടായി? പഴയകാല നല്ല നിലവാരമുള്ള വനിതാ പ്രവർത്തകരുണ്ടായിരുന്ന ഈ പാർട്ടിയിൽ അവരൊക്കെ എവിടെ പോയിന്ന് നിങ്ങൾ അന്വേഷിക്കണം. ഇത് ചൂണ്ടിക്കാണിക്കുമ്പോൾ എന്നെ ഇല്ലാതാക്കി കളയാമെന്നല്ല, ഇത് രാജീവ് ചന്ദ്രശേഖരൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ പല ഞാൻ ആലോചിച്ചു. അപ്പം നിങ്ങൾക്ക് ഇതേക്കുറിച്ചൊക്കെ മനസ്സിലാക്കി ഈ പാർട്ടിയെ നേരെയാക്കി കൊണ്ടുപോകുക. ഇതിൽ നിന്ന് പ്രാക്ക് പിടിച്ച് ഈ പ്രസ്ഥാനം ഈ 50 വർഷം തികയുന്നതിന് മുമ്പേ നശിക്കുന്ന അവസ്ഥയിൽ എത്തിയിരിക്കുകയാണ്. 1000-100 വർഷം പിടിച്ചു നിന്ന പ്രസ്ഥാനങ്ങളുള്ളപ്പോൾ ഈ പ്രസ്ഥാനം എന്തുകൊണ്ടിങ്ങനെ വരുന്നു? മൂല്യച്യുതി ഈ ജില്ലയിൽ മാത്രമല്ല, ഇതേക്കുറിച്ച് അന്വേഷിക്കണമെന്ന് മാത്രമാണ് ഞാൻ ആവശ്യപ്പെടുന്നത്. ഞാൻ എങ്ങും പോയില്ല, ഇതിൽ നിന്ന് തന്നെ പ്രവർത്തിക്കുമെന്നാണ് എനിക്ക്. എന്തായാലും ശോഭ ചേച്ചിക്ക് ഈ ഒരു ജനപ്രതിനിധിയാവാൻ ഒരു യോഗ്യത ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അർത്ഥത്തിൽ ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് ഒട്ടും യോഗ്യതയില്ലെന്ന് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ഒരു 100-ൽ ഒരു മാർക്ക് പോലും കൊടുക്കാൻ പറ്റത്തില്ല. ഇങ്ങനെ ഉള്ളവരൊക്കെ ജനപ്രതിനിധിയായിട്ട് കയറി വന്നാലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകളുടെ എണ്ണം കൂടും അല്ലേ? നമ്മൾ ഇപ്പം നാട്ടിൽ തന്നെ ഇങ്ങനെയുള്ള അക്രമങ്ങളും അനീതികളൊക്കെ വർദ്ധിക്കത്തില്ലേ? ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഈ പറഞ്ഞതുപോലെ ഒരു MLA ആയിട്ടും ഒരു സ്ഥാനാർത്ഥിയായിട്ടൊക്കെ കയറി വന്ന ജനങ്ങളെ കാര്യമൊന്നും ആലോചിച്ച് നോക്കി. കട്ട പുകയെന്ന് വേണമെങ്കിൽ തന്നെ പറയാം. എന്തായാലും പാലക്കാടുകാർക്ക് തെറ്റിയോ ഇല്ലയോ എന്ന് മെയ് 4-ന് ശേഷം അറിയാം. എന്തായാലും പാലക്കാടുകാർക്ക് തെറ്റ് പറ്റിയോ ഇല്ലയോ എന്നൊക്കെ. തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ എന്തായാലും അനുഭവിച്ചേ പറ്റൂ. ഒരു വൻ ദുരന്തത്തിന് 5 കൊല്ലം സഹിക്കേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. ഇങ്ങനെയുള്ള ആളുകളൊക്കെ നിയമസഭയിൽ പോകാനുള്ള അവസ്ഥയൊന്നും ആലോചിച്ച് നോക്കി. ഇത് ഈ വോയിസ് കേട്ടപ്പോഴത്തേക്ക് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്ന PC ജോർജിനെയാണ്. PC ജോർജിൻ്റെ ഒരു ഫീമെയിൽ വേർഷനായിട്ടാണ് എനിക്ക് തോന്നിയത്. എന്തായാലും കൊള്ളാം. എന്തായാലും നിങ്ങളൊക്കെ അഭിപ്രായങ്ങളൊന്ന് ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യണേ. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്ത് എല്ലാവരും ചാനൽ കൊടുത്ത് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം.